സഹോദരങ്ങളെ, ഇവിടെ മാപ്പ് ചോദിച്ചും അല്ലാതെയുമൊക്കെ ഉണ്ടായിരുന്നൊരു പാട്ടുണ്ടല്ലോ, അത് വീണ്ടും വലിച്ചയച്ച് കണ്ട് വീണ്ടും യൂട്യൂബിലൂടെ പ്രചരിപ്പിക്കുന്നുണ്ട്. റുസ്തമോൾ എന്ന് പറഞ്ഞിട്ടൊരു പാട്ട്, മറ്റേ സക്കാഫിയുടെ കല്യാണത്തിനെ പറ്റി വിമർശിച്ച് അതിനെതിരെ നൗസാദ് ബാഖവി ഒരു പ്രസംഗം നടത്തിയിരുന്നു. ഇപ്പോൾ പേരോട് ഉസ്താദും അതിനെതിരെ പ്രസംഗം നടത്തി. എന്നാൽ ആ വ്യക്തി അതിന് ഉത്തരവാദിയല്ല എന്നും ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തു. ഇതിൽ നിന്ന് നമുക്കൊരു പാഠം ഉൾക്കൊള്ളേണ്ടതുണ്ട്. ബുർദ മജ്ലിസ് എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരം ആളുകളെ വിളിച്ചു വരുത്തിയിട്ട് കല്യാണം കളിയാട്ടമാക്കുന്ന അവസ്ഥയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ തിരിച്ചറിഞ്ഞാണ്ട് ഇത്തരം ആളുകൾക്ക് അങ്ങോട്ട് പ്രവേശിപ്പിക്കാതെ, ഇവർ പണ്ഡിതന്മാരും നല്ല ആവേശം കിട്ടിയവരാണെന്നാണ് പറഞ്ഞത്. എന്നാൽ ആ പാടിയ പാട്ട് പാടിയവരോട് വീഡിയോ ചെയ്ത് കണ്ട് അത് തിരുത്തിക്കണതിന് പകരം ഇനിയിപ്പോൾ ഇവരൊക്കെ മാപ്പ് പറഞ്ഞിട്ടും കാര്യമില്ല, യുക്തിവാദി ജാമ്യത എടുത്തുകൊണ്ട് അത് പ്രസംഗിക്കുന്നുണ്ട്. ഇതൊക്കെ എത്തൽ കഴിഞ്ഞില്ലേ? ഇങ്ങനെ ലൈവ് ഇടൽ ഒരു കാലത്ത് വീഡിയോ കാണാൻ പാടില്ല എന്നുകൊണ്ട് ഉസ്താദ്മാർ വിലക്കിയിരുന്നു. എനിക്കൊക്കെ പരിചയമുണ്ട്. വീഡിയോ എടുക്കുന്ന കല്യാണം ഗൾഫ് കൊണ്ടുപോയിട്ട് കാണാൻ വേണ്ടിയിട്ട്, ബാക്കിക്കാർക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് വീഡിയോ എടുത്ത ഞങ്ങളെ മഹല്ലിലുള്ള ഇന്നും മുഅദ്ദിനായി നിൽക്കുന്ന ഒരു ഉസ്താദിൻ്റെ പെങ്ങളെ കല്യാണത്തിന് അവർ വീഡിയോ എടുത്തിട്ട് ആ കല്യാണം ബഹിഷ്കരിച്ചവരുണ്ട്. വീഡിയോ എടുക്കൽ ഹറാമാണെന്ന് പറഞ്ഞുകൊണ്ട്. കാരണം ഇത് തെറ്റുകൾ മറ്റുള്ളവർക്കൊക്കെ കാണിച്ചു കൊടുക്കുകയാണല്ലോ. ഇവർ ഈ കാട്ടുന്ന കോപ്രായങ്ങൾ, ഇത് അന്യ സ്ത്രീകൾ കാണൽ ഹറാമല്ലേ? എന്നതുപോലെ നൗസാദ് ബാഖവി പാടിയിരുന്നു. നൗസാദ് ബാഖവിനെ വിമർശിച്ചുകൊണ്ട് വേറെ മൂല്യന്മാർ, മൂപ്പരിങ്ങനെ സിനിമാ പാട്ടുകൾ പാടി ഇങ്ങനത്തെ പാട്ടുകളാണ് പാടുന്നത്, അത് പാടില്ല എന്നാണ് മൂപ്പർ പറയുന്നത്. ആ പാടിയ പാട്ട് മാത്രം എടുക്കുക. അത് കല്യാണത്തിന് പറഞ്ഞാൽ ഒരു ഉപദേശമാണത്. കല്യാണത്തിൽ നിന്ന് ഉപദേശം ഉൾക്കൊള്ളലും രണ്ടും കൂടി, ഉപദേശമല്ല കല്യാണത്തിൽ നിന്ന് ഉൾക്കൊള്ളുക ചെയ്യണത്, മറ്റേത് ഉപദേശമാണ്. ഇങ്ങനത്തെ പാട്ടുകളാണ് പാടുന്നത് എന്ന് പറഞ്ഞിട്ട് അത് എടുത്തുദ്ധരിക്കുക ചെയ്യണത്. എടുത്തുദ്ധരിക്കുകയാണ് ചെയ്തത് മൂപ്പർ. എടുത്തുദ്ധരിക്കാൻ പാടില്ല എന്നാ. അങ്ങനെ ഇവർ വീണയുമ്പോൾ കടന്ന് ഉരുളുന്ന ഒരവസ്ഥ ഇനിയുണ്ടാണ്. അപ്പോൾ ഇനി അങ്ങനത്തതൊന്നും ഇല്ലാതൊക്കെയാണ് നോക്കണതിന് പകരം ഇനി എടുത്ത് പറഞ്ഞ നിങ്ങളെ മാപ്പ് പറച്ചിൽ ഇതും യുക്തിവാദികൾക്ക് കിട്ടും. അവർക്ക് നല്ലൊരു ആഘോഷം, കാരണം അവർക്ക് വിഷയമില്ല. മതമല്ലാത്തവർക്ക് എന്ത് വിഷയം? അപ്പോൾ അവർക്ക് വീഡിയോ ചെയ്യാനൊരു വിഷയം ഉണ്ടാക്കി കൊടുത്ത്, ഏതായാലും അല്ലാഹ് ഇത്തരം ഷർറിൽ നിന്ന് നമ്മളെ കാക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും.